We are the voice of truth and light. We are the ones who make tomorrow come alive. Teresians rise. ചാപ്റ്റർ 6 കോർഡിനേറ്റ്സിലെ ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോ പോയിൻറ്റ്സിനെയും നമുക്ക് എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്യാം. അതായത് എ ഈക്വൽ ടു -3 -2, ബി 1 -2, സി 0 0, ഡി -3 1. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് രണ്ട് പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നമുക്ക് ഓരോ സൈഡ്സിനെയും ലെങ്ത് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? √(x1 - x2) the whole square plus y1 - y2 the whole square. അപ്പോൾ നമുക്ക് ആദ്യം സൈഡ് എ ബിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ എ ബി ഈക്വൽ ടു √(1 - -3) the whole square plus -2 - -2 the whole square. അപ്പോൾ √4² വരും. അപ്പോൾ സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 4 ആയിരിക്കും ലെങ്ത്ത്. അതുപോലെ തന്നെ നമ്മൾ ബി സിൻ്റെ ലെങ്ത്തും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ബി സിയുടെ ലെങ്ത്ത് നമുക്ക് √5 എന്നും പിന്നെ നമ്മൾ സി ഡിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ √10 എന്ന് കിട്ടും. ഒപ്പം തന്നെ എ ഡിയുടെ ലെങ്ത്തും കണ്ടുപിടിക്കുമ്പോൾ ആൻസർ വിൽ ബി 3 യൂണിറ്റ്സ്. അങ്ങനെ നമ്മൾ സൈഡ്സ് കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഡയഗണൽസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ക്വാഡ്രിലാറ്ററലിന് 2 ഡയഗണൽസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 2 ഡയഗണൽസ്? എ സിയും ബി ഡിയും. അപ്പോൾ എ സിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 പോയിൻറ്റ്സ് അറിയാം. വീണ്ടും നമ്മൾ എന്ത് ഫോർമുല അപ്ലൈ ചെയ്യും? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യും. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ √(-3 - 0) the whole square plus -2 - 0 the whole square. √13 ആയിരിക്കും എ സിൻ്റെ ലെങ്ത്ത്. ഒപ്പം തന്നെ ബി ഡിയുടെ ലെങ്ത്ത് എന്തായിരിക്കും? √(1 - -3) the whole square plus -2 - 1 the whole square. അപ്പോൾ നമുക്ക് √25 കിട്ടും. ദാറ്റ് ഇസ് 5. അങ്ങനെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? 4 സൈഡ്സിൻ്റെ ലെങ്ത്തും കണ്ടുപിടിച്ചു. ഒപ്പം തന്നെ 2 ഡയഗണൽസിൻ്റെ ലെങ്ത്തും കണ്ടുപിടിച്ചു. എന്തിൻ്റെ? ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ. ഏത് ഫോർമുല ഉപയോഗിച്ചു? ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചു. Second question, prove that by joining the points 2, 1, 3, 4, -3, 6 we get a right triangle. അപ്പോൾ ആൻസർ നോക്കാം. Let us consider the 3 vertices of the triangle ABC as A equal to 2, 1, B equal to 3, 4, C equal to -3, 6. നമുക്ക് ഓരോ സൈഡ്സിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് ഫോർമുല വെച്ച്. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് എ ബി ഈക്വൽ ടു √(3 - 2) the whole square plus 4 - 1 the whole square. √10 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് സൈഡ് ബി സി √(-3 - the whole square plus 6 - 4 the whole square. √40 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് സൈഡ് എ സി ഈക്വൽ ടു √2 - -3 the whole square plus 1 - 6 the whole square. √50 എന്ന ആൻസർ കിട്ടും. നമുക്ക് 3 സൈഡ്സ് അറിയാം. ഇങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് √50 ആണ്. √50 the whole square equal to എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √10 the whole square plus ബി സി സ്ക്വയർ ഇസ് √40 the whole square. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇസ് 50. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? ബൈ പൈതഗോറസ് തിയറം ലെങ്ത് ഓഫ് ദ സൈഡ്സ് അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമ്മൾ കാട്ടി. അങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. A circle of radius 10 is drawn with origin as center. Check whether each of the points with coordinates 6, 9, 5, 9, 6, 8 is inside, outside or on the circle.
write the coordinates of 8 points on the circle. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 5, 9 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സെൻറ്റർ ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് XY എന്ന് പറഞ്ഞ ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് റൂട്ട് ഓഫ് X സ്ക്വയർ പ്ലസ് Y സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ വിച്ച് ഇസ് റൂട്ട് 106. റൂട്ട് 106ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10.2 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഈ പോയിന്റ് സർക്കിളിൻ്റെ ഔട്ട് സൈഡാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 6, 9 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് റൂട്ട് 36 പ്ലസ് റൂട്ട് 81, ദാറ്റ് ഈസ് റൂട്ട് 117. റൂട്ട് 117ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10.8 ആണ്, വിച്ച് ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 10. Distance of the point 6, 8 from the center of the circle is root 36 plus root 64 which is root 100 which is 10. അപ്പോൾ ആ ഒരു പോയിന്റ് സർക്കിളിലാണ് കിടക്കുന്നത് എന്ന് മനസ്സിലായി. 10ലേക്കാളും കൂടുതലാണ് വാല്യൂ എങ്കിൽ സർക്കിളിൻ്റെ ഔട്ട് സൈഡും, 10 ആണെങ്കിൽ സർക്കിളിന്മേയും, 10നേക്കാൾ കുറവാണ് എങ്കിൽ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടുന്നത് എങ്കിൽ സർക്കിളിൻ്റെ ഇൻസൈഡുമായിരിക്കും പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ 5, 9 6, 9 ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, 6, 8 ലൈസ് ഓൺ ദ സർക്കിൾ. നമുക്ക് നമ്മുടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 5, 9 ഒപ്പം തന്നെ 6, 9 ഔട്ട്സൈഡ് ദ സർക്കിളാണ് കിടക്കുന്നത് ആൻഡ് 6, 8 സർക്കിളിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. അപ്പോൾ നമുക്ക് 10 ആണ് റേഡിയസ് എന്നറിയാം. അപ്പോൾ 10 റേഡിയസ് ആണ് എങ്കിൽ നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് XY കോർഡിനേറ്റിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? 10, 0, 0, 10, -10, 0 ആൻഡ് 0, -10. അപ്പോൾ 4 ക്വാഡ്രൻസിൽ നമ്മൾ വാല്യൂസ് എഴുതി. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കൊരു വാല്യൂ 6, 8 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ 4 ക്വാഡ്രൻസിലുള്ള വാല്യൂസ് എഴുതാം. 6, 8, -6, 8, 6, -8, -6, -8. അങ്ങനെ നമ്മൾ 8 പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. Find the coordinates of the point where the circle of radius root 2 centered on the points with coordinate 1, 1 cuts the axis. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 1, 1 സെൻറ്റർ ആയിട്ട് റൂട്ട് 2 റേഡിയസ് ആയിട്ട് നമ്മളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ആ സർക്കിൾ X ആക്സിസിനെയും Y ആക്സിസിനെയും കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എഴുതുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. 1, 1 സെൻറ്റർ, റൂട്ട് 2 റേഡിയസ്, റൂട്ട് 2ൻ്റെ വാല്യൂ 1.414. അപ്പോൾ 1.4 എടുക്കാം. അത് വെച്ചിട്ട് നമ്മൾ 1, 1 സെൻറ്ററായിട്ട് 1.414 റേഡിയസിൽ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ആ സർക്കിൾ X ആക്സിസിൽ 2 ഇടത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഒറിജിനിൽ കട്ട് ചെയ്യുന്നുണ്ട്, അതായത് 0, 0ൽ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ 2, 0 എന്ന് പറഞ്ഞൊരു പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ Y ആക്സിസിൽ കട്ട് ചെയ്യുന്നതാണ്. Y ആക്സിസിലും അതേ 2 ഇടത്ത് കട്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് 0, 0ലും കട്ട് ചെയ്യുന്നുണ്ട്, 0, 2ലും കട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സർക്കിൾ ആക്സിസിനെ എവിടെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്? അറ്റ് X ആക്സിസ് ഇറ്റ് കട്ട്സ് അറ്റ് 0, 0 ആൻഡ് 2, 0 ആൻഡ് അറ്റ് Y ആക്സിസ് ഇറ്റ് കട്ട്സ് അറ്റ് 0, 0 ആൻഡ് 0, 2. അങ്ങനെ നമ്മൾ ഒരു രീതിയിൽ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തൊരു രീതിയും കൂടെ ആൻസർ കണ്ടുപിടിക്കാം. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല അനുസരിച്ച് നമുക്കറിയാം റേഡിയസ് റൂട്ട് 2 ആണ്. ഒരു പോയിന്റ് 1, 1 ആണെന്നറിയാം, മറ്റേ പോയിന്റ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ മറ്റേ പോയിന്റിനെ നമുക്ക് XY എന്ന് എടുക്കാം. അപ്പോൾ 2 പോയിന്റ്സ് അറിയാമെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് X - 1 the whole square plus Y - 1 the whole square equal to root 2. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ച് ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ആ ഇക്വേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ് 2 സൈഡിലും. അപ്പോൾ X - 1 the whole square plus Y - 1 the whole square equal to 2. ഇത് നമ്മൾ ഇതിനെ X ആക്സിസിലാണ് കട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് Y equal to 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് X - 1 the whole square plus 0 - 1 the whole square equal to 2. X - 1 the whole square equal to 1, X - 1 equal to 1, X equal to 1 plus 1, 2. സോ നമുക്ക് 2, 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടും. Now Y ആക്സിസിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ put X equal to 0, that is 0 - 1 the whole square plus Y - 1 the whole square equal to 2. Y - 1 the whole square equal to 1. Y - 1 equal to 1. Y equal to 1 plus 1, that is 2. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0, 2. പിന്നെ നമ്മൾ 0, 0 എന്ന് പറയുന്നത്
ആ പോയിന്റ്, അതായത് ഒറിജിൻ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 0 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് 0 - 1 the whole square plus 0 - 1 the whole square equal to √2 square. ദാറ്റ് ഇസ് 1 square plus 1 square equal to 2. അപ്പോൾ അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ചെയ്ത് നോക്കി. നമുക്ക് അപ്പോൾ ആൻസർ എന്താണ് കിട്ടിയത്? രണ്ട് സൈഡിലും ആൻസേഴ്സ് 2 ആണ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ആ പോയിന്റ് 0 0 എന്ന് പറയുന്ന പോയിന്റ് എന്തിൽ ഈ സർക്കിളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ 3 പോയിന്റ്സ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 0 0 2 0 ആൻഡ് 0 2. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ആൻസർ കണ്ടുപിടിച്ചു. The coordinates of the vertices of a triangle are 1 2 2 3 3 1. Find the coordinates of the center of the circle and the circumradii. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിളിൽ 3 വെർട്ടീസസ് അറിയാം. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് O എന്ന് പറയുന്ന പോയിന്റ് ആണ്. നമുക്ക് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. O എന്ന് പറയുന്ന പോയിന്റ് ആണ് സെൻറ്റർ. ആൻഡ് OA OB OC അവർ 3 പേരുമാണ് ഈ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ OA കാൽക്കുലേറ്റ് ചെയ്യും. O എന്ന് പറഞ്ഞ പോയിന്റ് XY ആണെങ്കിൽ OA എന്ന് പറയുന്നത് എന്തായിരിക്കും? √(x - 1) the whole square plus y - 2 the whole square. OBO √(x - 2) the whole square plus y - 3 the whole square. OC √(x - 3) the whole square plus y - 1 the whole square. ആൻഡ് നമുക്കറിയാം OA = OB = OC. കാരണം എന്താണ്? റേഡിയ ഓഫ് ദ സെയിം സർക്കിൾ, റേഡിയസ് ആണ് സെയിം സർക്കിളിനെയാണ്, അതുകൊണ്ട് അവർ ഈക്വൽ ലെങ്ത്സ് ആയിരിക്കും. നൗ നമ്മൾ OA = OB എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കുകയാണ്. ആ ഇക്വേഷനെ രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x - 1 the whole square plus y - 2 the whole square equal to x - 2 the whole square plus y - 3 the whole square. നൗ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്? x - 1 the whole square മൈനസ് ഓഫ് x - 2 the whole square. എക്സിൻ്റെ ടേംസിനെല്ലാം അടുപ്പിച്ചു കൊണ്ടുവരും, അതുപോലെ തന്നെ വൈൻ്റെ ടേംസിനെല്ലാം അടുപ്പിച്ചു കൊണ്ടുവരും. ദാറ്റ് ഇസ് y - 3 the whole square മൈനസ് y - 2 the whole square. ഇനി നിങ്ങൾ ഐഡൻറ്റിറ്റീസിൽ പഠിച്ചിട്ടുണ്ടാവും a + b the whole squareഉം a - b the whole squareഉം. ആ ഐഡൻറ്റിറ്റി വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. x - 1 the whole squareനെയും x - 2 the whole squareനെയും y - 3 the whole squareനെയും y - 2 the whole squareനെയും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ 2x + 2y = 8 എന്നാണ് കിട്ടുന്നത്. അതിൽ നിന്ന് നമ്മൾ 2 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ x + y = 4. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ ആദ്യത്തെ രണ്ട് OAയും OBയും നമ്മൾ സോൾവ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. നൗ നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ പോകുന്നത്? OBയും OCയുമാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ OBൻ്റെ ഇക്വേഷൻ എടുത്തു, OCൻ്റെ ഇക്വേഷൻ എടുത്തു. രണ്ട് സൈഡിലും ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x - 2 the whole square plus y - 3 the whole square equal to x - 3 the whole square plus y - 1 the whole square. എക്സ് സ്ക്വയറിൻ്റെ ടേംസിനെല്ലാം ഒരുമിച്ച് എഴുതി, വൈ സ്ക്വയറിൻ്റെ ടേംസിനെല്ലാം ഒരുമിച്ച് എഴുതി. വീണ്ടും ഐഡൻറ്റിറ്റീസ് അനുസരിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ 2x - 4y = -3. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ 1നെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x + 2y = 8. നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, എക്സിൻ്റെയും വൈൻ്റെയും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 2x + 2y = 8 എന്ന് നമ്മളൊരു ഇക്വേഷൻ 3 ഫോം ചെയ്തു. ഇനി നമ്മൾ ഇക്വേഷൻ 3നെ ഇക്വേഷൻ 2ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 3 - 2 ഇംപ്ലൈസ് എന്താണ് നമുക്ക് വരുന്നത്? 6y = 11 എന്ന് വരും. 2x + 2y = 8 മൈനസ് 2x - 4y = -3. അതിൻ്റെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ കിട്ടുന്നത്? 6y = 11. സോ y = 11/6. അപ്പോൾ നമ്മൾ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചു, 11/6 ആണെന്ന് മനസ്സിലായി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 4 - 11/6. That is x + 11/6 = 4. x + y = 4. വൈൻ്റെ വാല്യൂ 11/6 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 4 - 11/6.
ദാറ്റ് ഇസ് 13/6. അപ്പോൾ നമ്മളിപ്പോൾ എക്സും വൈ എന്നും പറഞ്ഞ് കണ്ടുപിടിച്ചേക്കുന്ന ഏത് പോയിൻ്റാണ്? ഒ എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ദാറ്റ് ഇസ് ദ സർക്കം സെൻറ്റർ ഓഫ് ദ സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് 13/6ഉം 11/6ഉം. നമുക്ക് ഇനിയും സർക്കം റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കം റേഡിയസ് ഏതൊക്കെയാണ്? OA, OB, OC. അപ്പോൾ നമുക്ക് OA കണ്ടുപിടിച്ചാൽ തന്നെ അത് ഇക്വലൻ്റ് ആയിരിക്കും OBനോടും OCനോടും. അപ്പോൾ നമ്മൾ OA എങ്ങനെ കണ്ടുപിടിക്കും? O എന്ന പോയിന്റ് നമുക്കറിയാം, A എന്ന പോയിന്റും നമുക്കറിയാം. O എന്ന പോയിന്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഏതാണ്? 13/6ഉം 11/6ഉം. A എന്ന പോയിന്റ് ഏതാണ്? 1ഉം 2ഉം. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് OA കണ്ടുപിടിക്കും. ദാറ്റ് ഇസ് ദ സർക്കം റേഡിയസ്. അപ്പോൾ സർക്കം റേഡിയസ് OA ഈക്വൽ ടു √13/6 - 1 the whole square plus 11/6 - 2 the whole square, which is equal to √7/6 the whole square plus -1/6 the whole square, which is √49 plus 1/36, which is √50/36. √50/36നെ നമുക്ക് 5√2/6 എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് 1.178 യൂണിറ്റ്സ് എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സർക്കം റേഡിയയും സർക്കം സെൻറ്ററും എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിച്ചത് എന്ന്.